ഇപ്പോൾ അതിജീവിതയുണ്ട്, മറ്റേ രാഹുൽ മാങ്കൂട്ടം അപമാനിച്ചു എന്ന് പറയുന്ന അതിജീവിതയുടെ ഹസ്ബൻഡ് വാപ്പസ് നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് എനിക്കെതിരായിട്ട് നീതി കിട്ടുന്നില്ല, ഇപ്പോഴും ആക്ഷേപിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എൽ.ഡി.എഫ് സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നത് ശരിയാണോ? നീതി യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തോ ഒരു ക്രൂരതയാണ് ആ ചെറുപ്പക്കാരൻ കാണിച്ചത്. അത് ആ ആക്ഷേപത്തിന് വിധേയരായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്നത്, അതിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മളെല്ലാം കേട്ടു മാധ്യമങ്ങളിലൂടെയൊക്കെ. എന്തോ ഒരു ക്രൂരതയാണ് കാണിച്ചത്. എന്നിട്ട് ആ കുടുംബത്തിലെ പ്രശ്നം തീർക്കാനാണ് താൻ ഈ കുട്ടിയായി ബന്ധപ്പെട്ടത് എന്ന് നുണ പറയുകയായിരുന്നില്ലേ? അപ്പോഴാണ് ആ ചെറുപ്പക്കാരന് പുറത്തു വന്ന് പറയേണ്ടത്. അവർ ഡിവോഴ്സ്ഡാണ്, അവർ ബന്ധം വേർപെടുത്തി. ആ പെൺകുട്ടിയും പറയുന്നത് ഞങ്ങൾ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇയാളൊരു ഇൻട്രൂഡറായിട്ട് വന്നിട്ട് ഇയാൾ മുതലെടുത്തു, വശംവദയായി പോയി. ഡിവോഴ്സ് ആയാൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, ഒരു കുഞ്ഞുണ്ടായാലേ അമ്മ സമ്മതിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് കുഞ്ഞ് വയറ്റിലുണ്ടായപ്പോൾ അതിനെ പ്രാകൃതമായ മാർഗത്തിലൂടെ ഡിവോഴ്സ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന എത്ര വലിയ വ്യഥയാണ്. പക്ഷേ അവൾ പിന്നെയും പറയുന്നത് ആ ചെറുപ്പക്കാരൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, അയാളെയും ദ്രോഹിക്കുകയാണ്, അയാളുടെ ഫോട്ടോ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അതിലും അവൾക്ക് മനപ്രയാസം ഉണ്ട് എന്നുള്ളത്. ഏതായാലും ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇപ്പോൾ മാധ്യമങ്ങളോടടക്കം പറഞ്ഞു. ഇത് മാത്രമല്ല, കുറേ കേസുകൾ വേറെയും 2-3 പെൺകുട്ടികൾ ഇതേപോലെ ഒരു തരം പെർവേഷൻ കാണിക്കുക, അക്രമം നടത്തുക. സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അതിക്രമമുണ്ട്, അതിന് സമാനമായിട്ടുള്ള ലൈംഗിക അതിക്രമം കാണിക്കുക, അതൊക്കെ തെറ്റാണ്. ആ തെറ്റ് നേരെ ഈ തള്ള എന്തൊരു സ്ത്രീയാണ് ഈ തള്ള, എന്തൊരു സ്ത്രീയാണ് ഈ തള്ള, ഭൂലോക ഫ്രോഡാണ് ഈ തള്ള. നിങ്ങൾ ഓർക്കുന്നില്ലേ പാലത്തായിലെ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ കേസ്? അതിൽ സംഘപരിവാറുകാരന്റെ കുണ്ണ താങ്ങി നടന്ന തള്ള വന്നിട്ട് ചെലക്കുകയാണ്. ഇതൊരു സ്ത്രീയാണോ ഇത്? എന്നിട്ട് ഈ സ്ത്രീ ചെയ്തു കൂട്ടിയത്, തന്റെ മുന്നിൽ പരാതി വന്നിട്ട് ആ പരാതി മുക്കി അതിനെതിരെ നടപടിയെടുത്തില്ല എന്ന് ഈ സ്ത്രീയെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുന്ന ഘട്ടം വരെ ഉണ്ടായി. എന്നിട്ട് ഉളുപ്പില്ലാത്ത സ്ത്രീ വന്നിട്ട് രാഹുലിനെതിരെ കൊരക്കുകയാണ്. ഇതൊരു സ്ത്രീയാണോ? ഇതൊരു സ്ത്രീയാണോ? എങ്ങനെ ശൈലജയെ സാധിക്കുന്നത്? വല്ലാത്തൊരു തൊലിക്കട്ടിയാണല്ലോ ശൈലജയെ. ആ 9 വയസ്സുകാരി അധികാര കസേരയിൽ ഇരിക്കുമ്പോ നിങ്ങളുടെ മേശപ്പുറത്തൊരു പരാതി വന്നിട്ട് RSSകാരന്റെ താങ്ങാൻ നടക്കുകയായിരുന്നില്ലേ നിങ്ങള്? എന്നിട്ട് ഇപ്പൊ ഇത് പറയാൻ എന്ത് അർഹതയാണ് ശൈലജേ? ടീച്ചറല്ല, ആ പേരിൽ തന്നെയുണ്ട്. നാണമാണ്, നാണക്കേടാണ്, മാനക്കേടാണ്. സ്ത്രീ സമൂഹത്തിന് തന്നെ മാനക്കേടാണ് ഈ സ്ത്രീ. ഇത്രമാത്രം വൃത്തികെട്ട ഒരു സ്ത്രീയെ നമ്മൾ കേരളം കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാലത്തായിലെ സംഘപരിവാറുകാരന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തിക്കൊടുത്തിയ സ്ത്രീയാണ് ഈ സ്ത്രീ. ഇത് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞതാ. പാലത്തായിലെ ആ സംഘപരിവാറിന്റെ ക്രിമിനലിന് വേണ്ടി തന്റെ മുന്നില് ഈ പറയുന്ന 9 വയസ്സുകാരി ഒരു പരാതി ബോധിപ്പിച്ചപ്പോ ആ പരാതി കണ്ടില്ലെന്ന് നടിച്ച സ്ത്രീയാണ് ഈ സ്ത്രീ. ആ 9 വയസ്സുകാരി ആ കുരുന്നിനോട്, ആ പിഞ്ച് കുഞ്ഞിനോട് ഒരിറ്റ് ദയ കാണിക്കാത്ത ശൈലജേ, നാണമില്ലാത്തവൾ, നാണം കെട്ടവൾ ഇപ്പൊ ഒരു മുഖ്യമന്ത്രി കുപ്പായം കൂടി തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാ രാഹുലിന്റെ മെക്കെട്ട് കയറാൻ. രാഹുൽ എവിടെയെങ്കിലും പറഞ്ഞോ അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് പോയത് എന്ന്? രാഹുൽ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, തൻ്റെ അടുക്കലേക്ക് വന്നത് താൻ ഗാർഹിക പീഡനം അനുഭവിച്ചിരുന്നു, താൻ ഡിവോഴ്സ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ അടുക്കലേക്ക് വന്നത്. അത് അങ്ങനെയല്ല. തന്നോടുമായുള്ള ബന്ധം തുടരുമ്പോഴും ഭർത്താവ് മൊത്തായിരുന്നു ആ യുവതി ജീവിച്ചിരുന്നത് എന്ന് മാത്രമേ രാഹുൽ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതിനപ്പുറം സംഘപരിവാറിന് വേണ്ടി കുഴലൂതുന്ന ഈ ഏർപ്പാട് ഇനിയെങ്കിലും ലജ്ജയില്ലാത്ത നാണം കെട്ട വർഗം. സഖാവാണത്രേ സഖാവ്, ടീച്ചറാണത്രേ ടീച്ചർ. എന്ത് ടീച്ചറാണോ? ഏത് ടീച്ചർ? എവിടത്തെ ടീച്ചർ? എന്ത് അർത്ഥത്തിൽ ടീച്ചർ? എങ്ങനെ ടീച്ചറാകും? ഒരു സ്ത്രീയാകാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ശൈലജേ, നാണമില്ലേ നിങ്ങൾക്ക്? എന്തൊരു തൊലിക്കെട്ടിയാണ് നിങ്ങൾക്ക്? നിങ്ങൾ എന്തൊരു ക്രൂരയായിരുന്നു.
ഒരു 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ പരാതി താങ്കളുടെ മുന്നിൽ വന്നിട്ട് അത് കണ്ടില്ലെന്ന് നടിക്കാൻ മാത്രം എത്രമാത്രം ക്രൂരതയാണ് നിങ്ങളൊരു യക്ഷിയാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ആ യക്ഷി പോലും നാണിച്ചു പോകും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ യക്ഷി പോലും നാണിച്ചു പോകും. കാരണം ഒരു യക്ഷിയും ഒരു പിഞ്ചു കുഞ്ഞിനോടും ക്രൂരത കാണിക്കാറില്ല. അങ്ങനെ ക്രൂരത കാണിച്ച ഒരു സംഘപരിവാറുകാരന്റെ നടന്ന ശൈലജേ, ഉളുപ്പില്ലേ നിങ്ങൾക്കിത് പറയാൻ? നിങ്ങളാണോ പൊതുസേവക? നിങ്ങളാണോ രാഷ്ട്രീയ നേതാവ്? എന്ത് അർത്ഥത്തിൽ? ഒരു കുരുന്നിന്റെ പരാതി താങ്കളുടെ മുന്നിൽ വന്നിട്ട് വേട്ടക്കാരനൊപ്പം നിന്ന ശൈലജ, പാലത്തായിലെ കൂട്ടിപ്പ് കൊടുപ്പുകാരി അമ്മച്ചി, അങ്ങനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാലത്തായിലെ കൂട്ടിക്കൊടുപ്പുകാരി അമ്മച്ചി അല്ലേ? വലിയ വീഴ്ച പറ്റി എന്ന് മന്ത്രിയായിരുന്ന ശൈലജയ്ക്ക് വലിയ വീഴ്ച പറ്റി. മന്ത്രിക്ക് മുന്നിൽ വന്ന പരാതിയിന്മേൽ നടപടിയെടുത്തില്ല എന്ന് ഹൈക്കോടതി പറയുന്ന ഘട്ടമുണ്ടായില്ലേ? ഇനിയും നാണമുണ്ടോ നിങ്ങൾക്കിത് പറയാൻ? എന്ത് ഒരു ധാർമ്മികത! എന്ത് ധാർമ്മികത? ഒന്നുമില്ല. അത് ധാർമ്മികതയിലേക്കൊന്നും വേണ്ട. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇച്ചിരി ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ശൈലജ ഈ പൊതുരംഗത്ത് ഉണ്ടാകുമായിരുന്നോ? ആ 9 വയസ്സുകാരിയോട് കാണിച്ച ക്രൂരത തുറന്ന് കാണിച്ച് അക്കമിട്ട് നിരത്തിയില്ലേ കോടതി? ഇത്രമാത്രം ക്രൂരയാവാൻ എങ്ങനെ സാധിക്കുന്നു ശൈലജ? നാണം കെട്ട ഏർപ്പാട്. ആ പിഞ്ചു കുഞ്ഞിന്റെ കണ്ണീര്, ആ പിഞ്ചു കുഞ്ഞനുഭവിച്ച മെന്റൽ സ്ട്രെസ്, ആ പിഞ്ചു കുഞ്ഞിന്റെ മാനസികാവസ്ഥ, ആ പിഞ്ചു കുഞ്ഞിന്റെ ശാരീരികാവസ്ഥ, ഇതൊന്നും പരിഗണിക്കാതെ ഒരു ക്രൂരതയുടെ പര്യായമായ ശൈലജ, നാണമില്ലേ നിങ്ങൾക്ക് രാഹുലിനെതിരെ വാതുറക്കാൻ? ഉളുപ്പുണ്ടോ? ഇച്ചിരിയെങ്കിലും ബാക്കിയുണ്ടോ? എവിടെ നിന്നുണ്ടാവാനല്ലേ? സഖാവല്ലേ? എന്ത് ഉളുപ്പ്, എന്ത് ദയ, എന്ത് മാന്യത! ഇതൊക്കെ ആരോട് പറയാൻ? ക്രിമിനൽ മൈൻഡുള്ള ഒരു സ്ത്രീ, പക്കാ ഫ്രോഡാണെന്ന് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാ ഈ സ്ത്രീയെക്കുറിച്ച്. പക്കാ ഫ്രോഡ്. കേരളം കണ്ട സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ഫ്രോഡുകളുടെ കൂട്ടത്തിൽ നമ്പർ 1 അതാണ് ശൈലജ. നാണം കെട്ടവൾ. ആ 9 വയസ്സുകാരിയോട് ഒരിറ്റ് ദയ കാണിക്കാൻ സാധിക്കാത്ത, തന്റെ മുന്നിൽ വന്ന പരാതിയെ കണ്ണടച്ച് തള്ളിയ ശൈലജ, നാണം കെട്ടവൾ. എന്നിട്ട് ഇപ്പൊ കിടന്ന് കുരക്കുന്നു. വല്ലാതെ ഭയപ്പെടുന്നുണ്ട് രാഹുലിനെ, വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം കൊടുത്ത പരാതികളും കെട്ടിച്ചമച്ച കഥകളും ആരോപണങ്ങളും ഒന്നിന് പുറകെ ഒന്നായി ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാ. അങ്ങനെ തകർന്നടിയുമ്പോ എന്താ അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? അടുത്തതൊരു മാസ് കംബാക്ക് ഉണ്ട്, ഒരു വലിയ തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തായിരിക്കുമെന്ന കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും. രാഹുൽ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് അതെങ്ങാനും നടന്നു കഴിഞ്ഞാൽ പിന്നെ ശൈലജയെല്ലാം ശവപ്പെട്ടിയിൽ കയറി കിടക്കേണ്ടി വരും. അത്രമാത്രം ഭയക്കുന്നുണ്ട് രാഹുലിനെ എന്നുള്ളതാ. അത്രമാത്രം ഭയക്കുന്നുണ്ട്. ആ ഭയം തന്നെയാണ് ഈ ക്രൂരയായ യക്ഷിയെ പോലും നാണിപ്പിക്കുന്ന ക്രൂരത കാണിച്ച ശൈലജയെ കൊണ്ട് ഇങ്ങനെ വിടുവായിത്തം പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആ 9 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനോട് ഒരിറ്റ് ദയ കാണിക്കാത്ത ഇവളുടെയൊക്കെ കണ്ണീര് അത് മുതലക്കണ്ണീരല്ലെന്ന് പറയാൻ സാധിക്കുമോ കൂട്ടരെ? സാധിക്കുമോ? അതാണ് ഞാൻ പറയുന്നത്. ഇത് മഹാ ഫ്രോഡാണ് ഈ സ്ത്രീ എന്ന്. ഈ സ്ത്രീ ഇപ്പോ ഒരു മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നിപ്പിടിപ്പിച്ച് നടക്കുകയാ. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതുപോലെ ഒരു മുഖ്യമന്ത്രി കുപ്പായം തുന്നിയെടുത്ത് അത് സ്വയമേ ധരിച്ചിറങ്ങി പുറപ്പെട്ടതായിരുന്നു. പക്ഷേ പിണറായി വിജയൻ അടിച്ച് മൂലക്കിരുത്തി. മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചു കയറിയെങ്കിലും ഉണ്ടായിരുന്ന മന്ത്രിസ്ഥാനം പോലും തിരികെ നൽകിയില്ല. ലോകമറിയുന്ന വ്യക്തിത്വം എന്നാണ് ഇവർ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്നത്. എന്തേ ആ ലോകമറിയുന്ന വ്യക്തിത്വത്തിന് 2ാം ടേമിൽ മന്ത്രിസ്ഥാനം നിഷേധിച്ചത്?
കാരണം എന്താ, PR വർക്കുകാരെയും പിടിച്ച് ഒരു മുഖ്യമന്ത്രി കുപ്പായം തുന്നിപ്പിടിച്ച് നടക്കുകയായിരുന്നു. ശൈലജ നടത്തിയത് പിണറായിയെ വെട്ടാനുള്ള അഭ്യാസമായിരുന്നു. പക്ഷെ പിണറായി തിരിച്ചു വെട്ടി അടിച്ച് മൂലക്കിരുത്തി. അത് കഴിഞ്ഞ് പിണറായി വിജയൻ മറ്റൊന്നു കൂടി കരുതി, തന്നെ നാണം കെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഒരു വട്ടം കൂടി നാണം കെടുത്തണം എന്ന്. അങ്ങനെ വടകരയിൽ നിന്ന് മത്സരിപ്പിച്ചു. മത്സരിച്ചത് ആർക്കെതിരാ? ഷാഫി പറമ്പിലിനെതിരെ. തവിട് പൊടി. അതല്ലെങ്കിലും കാലം അങ്ങനെയല്ലേ കരുതി വെക്കുകയുള്ളൂ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ 9 വയസ്സുകാരിയുടെ മനസ്സ് എത്രമാത്രം നൊന്നിട്ടുണ്ടാകും. ആ പാലത്തായിലെ സംഘ് പരിവാർ ക്രിമിനലിന് വേണ്ടി കുട പിടിച്ച സ്ത്രീയാണ് ഇവിടെ നിന്ന് പേപ്പട്ടി കുരക്കും പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പാലത്തായിലെ ആ പിഞ്ചു കുഞ്ഞിനോട് ഒരിറ്റ് ദയ കാണിക്കാത്ത സ്ത്രീ പേപ്പട്ടി കുരക്കും പോലെ കുരച്ചുകൊണ്ടിരിക്കുകയാ. ഇതാണ് ഞാൻ പറഞ്ഞത്, വല്ലാത്ത തൊലി കിട്ടിയ കണ്ടാമൃഗത്തിന് പോലും ഇത്ര വലിയ തുലക്കെട്ടി ഉണ്ടാവില്ല എന്നുള്ളതാ. ഒരു നാണവും ഒരു ജാള്യതയും ഇല്ലാതെ ഇങ്ങനെ തള്ളി വിടുക, കുരക്കുകയാ, പേപ്പട്ടി കുരക്കും പോലെ. സാധാരണ പേപ്പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ നിയമം വരുന്നുണ്ട്, പേപ്പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലാനുള്ളത്. ഇത്ര നാളും അത് കൊല്ലാൻ പാടില്ല എന്നായിരുന്നു. ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ നിയമം വന്നിട്ടുണ്ട്. ആ നിയമം നമ്മുടെ കേരളത്തിലും വേണമെന്നാണ് ഞാൻ പറയുന്നത്. പേപ്പട്ടികളെയൊക്കെ തല്ലിക്കൊല്ലണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ലജ്ജ, ലജ്ജ, നാണം കെട്ടവൾ. ആ പേരിൽ ഉണ്ട്, ആ പേരിൽ എന്തുണ്ട്? ഷൈനസ്, ലജ്ജ, ലജ്ജ, ലജ്ജ. പക്ഷേ ആ പേരിലുള്ള 2 സ്ഥാനം ഈ സ്ത്രീക്കില്ല എന്നുള്ളതാണ്. നാണമെന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്ത്രീയാ. ഇനി രാഹുലിൻ്റെ വിഷയത്തിൽ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുലിന് ഈ പറയുന്ന തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നല്ലോ. ആ മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതിയുടെ ഉത്തരവിൽ പോലും എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പരാതിക്കാരി പറയുന്ന ബലാത്സംഗവും പീഡനവും എന്നുള്ളതിനുള്ള ഒരു തെളിവുകളും ഇല്ല എന്നുള്ളതാ. എന്നാണ് ജാമ്യം നിഷേധിച്ച കോടതി വിധിയിൽ പോലും കോടതി പറയുന്നത്. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പൈങ്കിളി കഥ, ഒരു പ്രേമം, ഒരു കിടത്തം, ഒരു ഊക്കല്, ഇതൊക്കെ നടന്നിട്ടുണ്ട്, ഇല്ലാതൊന്നുമല്ല. പക്ഷെ ഇതൊന്നും ഒരു പീഡനവും ബലാത്സംഗവും ഒന്നല്ല. ഇതൊക്കെ എല്ലാവരും നല്ല ആസ്വദിച്ച് ചെയ്ത കാര്യമാണ്. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് എവിടെയോ തെറ്റിയപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവനെ കുടുക്കുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. എന്നിട്ട് അതിന് കുട പിടിക്കാൻ നാണമില്ലാത്ത, ദയയില്ലാത്ത, ക്രൂരയായ ഈ ശൈലജയെ പോലെയുള്ള കുറേ സ്ത്രീകളെന്ന് പറയുമ്പോൾ ഈ സ്ത്രീയെ നിങ്ങൾ സ്ത്രീ സമൂഹത്തിൽ കൂട്ടണ്ട കേട്ടോ. നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ഉരുപ്പടിയല്ല ഇത്. സ്ത്രീകളുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ഉരുപ്പടിയല്ല ഇത്. ഇത് വേറൊരു മൃഗമാണ്. കണ്ട മൃഗത്തിനേക്കാളും വലിയ തൊലിക്കെട്ടിയുള്ള ക്രൂരയായ, ഒരിത്തി ദയയില്ലാത്ത, കാപട്യക്കാരിയായ, നാടകങ്ങൾ മാത്രം അറിയുന്ന പക്കാ ഫോഡ് ക്രിമിനൽ സഖാവ്. അതാണ് ശൈലജ.